പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരു പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ വചന സന്ദേശത്തിൽ പങ്കാളികളാകുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും പ്രാർത്ഥനയും ഒപ്പം ഈ 8-ാം മാസത്തിൻ്റെ 4-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. സങ്കീർത്തനക്കാരൻ പ്രകാരം പാടുന്നു: ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. മുഗൾ രാജാക്കന്മാർ ഭരണം നടത്തിയിരുന്ന കാലത്ത് സംഭവിച്ചതായ ഒരു കഥ കേട്ടിട്ടുണ്ട്. മുഹമ്മദ് ഗോറിയയുടെ ഭരണകാലത്ത് ഒരു വലിയ യുദ്ധം നടന്നു. അദ്ദേഹം തൻ്റെ ശക്തമായ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് ശത്രു സൈന്യത്തെ പരാജയപ്പെടുത്തുകയും അവിടെ ദേശത്തെ കൊള്ളയിട്ട് അവിടെ സമ്പത്ത് തൻ്റെ ഭണ്ഡാരത്തിൽ സൂക്ഷിക്കുകയും ചെയ്തു. ഈ യുദ്ധത്തിൽ തനിക്ക് വിജയം നേടിത്തന്ന പട്ടാളത്തിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെ ഒരു ദിവസം തൻ്റെ കൊട്ടാരത്തിൽ ക്ഷണിച്ചു വരുത്തുകയും തൻ്റെ നിക്ഷേപങ്ങളെല്ലാം ഇരിക്കുന്ന കലവറയുടെ വാതിൽ തുറന്നിട്ട് തൻ്റെ കലവറയിൽ നിന്നും ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളത് എടുത്തുകൊള്ളുവാൻ രാജാവ് കൽപ്പിക്കുകയും ചെയ്തു. സന്തോഷകരമായ ആ വാർത്ത കേൾക്കേണ്ട താമസം എല്ലാവരും കലവറയിൽ കടന്ന് തങ്ങൾക്ക് എടുക്കുവാനുള്ളിടത്തോളം വിലപിടിപ്പുള്ള വസ്തുക്കൾ കൈക്കലാക്കി. എന്നാൽ ഒരാൾ മാത്രം ഭണ്ഡാരത്തിനടുത്തേക്ക് ഓടാതെ രാജാവിൻ്റെ അരികിൽ തന്നെ നിന്നു. അത് കണ്ട് രാജാവ് ചോദിച്ചു, നീ മാത്രം ഒന്നും എടുക്കുന്നില്ല എന്ന് രാജാവ് അവനോട് ചോദിക്കുമ്പോൾ ആ ഉദ്യോഗസ്ഥൻ രാജാവിൻ്റെ കയ്യിൽ കടന്നു പിടിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് അങ്ങയെ മാത്രം മതി. രാജാവ് അവൻ്റെ വിവേകത്തിലും തീരുമാനത്തിലും വളരെ സന്തോഷിച്ചു. അവനെ തൻ്റെ സർവ്വസമ്പത്തുകളുടെയും മേൽവിചാരകനാക്കി വെക്കുകയും ചെയ്തു. എന്നാണ് ആ കഥ അവൻ പറയുന്നത്. അത് ശരിയായാലും തെറ്റായാലും രാജാവ് തനിക്ക് ഉണ്ടെങ്കിൽ തനിക്ക് എല്ലാം ഉണ്ട് എന്ന് തീരുമാനമെടുത്ത ആ ഉദ്യോഗസ്ഥൻ്റെ തീരുമാനം എത്ര ശ്രേഷ്ഠമാണ്. ഇന്ന് പലരും പ്രാർത്ഥിക്കുന്നതും ഉപവസിക്കുന്നതും ദൈവത്തിൽ നിന്നും ചില നന്മകൾ ലഭിക്കേണ്ടതിനാണ്. പലർക്കും ദൈവത്തോട് സ്നേഹമില്ല. അനേകർക്കും ക്രിസ്തുവിനെ വേണ്ട, പകരം ക്രിസ്തുവിൽ കൂടെ ലഭ്യമാകുന്ന രോഗശാന്തി, സൗഖ്യം, നന്മകൾ, സൽപ്പേര്, കീർത്തി, ജോലി, വീട്, ആയുസ്, ഇതൊക്കെ മാത്രമാണ് ക്രിസ്തുവിൽ കൂടെ പ്രത്യാശ വെച്ചിരിക്കുന്നത്. ഇന്നത്തെ അനേക പ്രസംഗകരുടെയും പ്രസംഗത്തിൻ്റെയും ആകെ തുകയും കേൾവിക്കാരെ പ്രലോഭിപ്പിച്ച് ദൈവത്തിൽ നിന്നും തങ്ങൾക്ക് ലഭിക്കാവുന്ന നന്മയുടെ നീണ്ട നിരയെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കി ക്രിസ്തുവിനെ കൂടാതെയുള്ള കാര്യങ്ങൾക്ക് അവരെ ഒരുക്കുക എന്ന് മാത്രമാണ്. ഫലമോ ഉപവാസവും പ്രാർത്ഥനകളും ഫലിക്കുന്നുമില്ല, ഒന്നും കിട്ടുന്നുമില്ല. പൗലോസ് 3 വർഷം രാപ്പകൽ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുകയും കഠിനാധ്വാനം ചെയ്യുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ആസ്യയിലെ സഭ ഉടലെടുത്തത്. അവിടെയുള്ള ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും താൻ ദൈവസന്നിധിയിൽ വളരെ കരഞ്ഞിരുന്നു. എന്നാൽ സുവിശേഷം നിമിത്തം താൻ തടവുകാരനായി ജയിലിൽ കടക്കുമ്പോൾ താൻ കഷ്ടത അനുഭവിക്കുമ്പോൾ ആ കഷ്ടതയുടെ സാഹചര്യത്തിൽ മറ്റാരും എന്നെ സഹായിപ്പാൻ ഉണ്ടായിരുന്നില്ല. മേൽപ്പറഞ്ഞ സഭക്കാർ തന്നെ ഉപേക്ഷിച്ചു എന്നാണ് വളരെ ദുഃഖത്തോടുകൂടെ പൗലോസ് പറയുന്നത്. മുടിയൻ പുത്രൻ തനിക്ക് മുട്ടുവന്നപ്പോൾ തൻ്റെ പഴയ സ്നേഹിതന്മാർ തുടങ്ങി സമ്പന്നന്മാരെയും സാധാരണ ജനങ്ങളെയും സമീപിച്ചെങ്കിലും തൻ്റെ അപ്പൻ്റെ അടുക്കൽ മാത്രമാണ് തനിക്ക് ആശ്വാസം ലഭിച്ചതെന്ന് നമുക്ക് നന്നായി അറിയാം. നമ്മെ സഹായിക്കുവാൻ അർഹതയുള്ളവർ പോലും നമ്മെ ഉപേക്ഷിച്ചെന്ന് വരാം. പലരും നമ്മെ നിഷ്കരുണം തള്ളിക്കളഞ്ഞെന്നും വരാം. ആരെല്ലാം തള്ളിക്കളഞ്ഞാലും ആരെല്ലാം മറന്നുപോയാലും നമ്മുടെ നിത്യജീവനായും ആവശ്യങ്ങളിൽ കരുതുന്നവനായാൽ എല്ലാ ആവശ്യങ്ങളെ കരുതുന്നവനായും രോഗബലഹീനതയിൽ സൗഖ്യദായകനായും നമ്മുടെ കർത്താവിൻ്റെ സ്തോത്രം കരം കൂടെയുണ്ടാകും. നമ്മുടെ കർത്താവല്ലാതെ മറ്റാരെയും നമുക്ക് കാണുവാൻ കഴിയുകയില്ല. 4-ാം യാമത്തിൽ തണ്ടു വലിച്ചു വലഞ്ഞ് തളർന്നു നിൽക്കുന്ന മരണം മുഖാമുഖം കണ്ടു നിൽക്കുന്ന തൻ്റെ ഭക്തന്മാരുടെ നടുവിൽ 4-ാം യാമത്തിൽ കടലിൽ ഇറങ്ങി വന്ന് സ്തോത്രം വിടുവിച്ച ദൈവം മാത്രമേ കാണത്തുള്ളൂ. തൻ്റെ ഭക്തന്മാർ ഇങ്ങനെ പറയുവാൻ ഇടയായി: നിന്നെ വിട്ട് ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നീ ഒഴികെ
ആമേൻ എനിക്കൊരു നന്മയും ഇല്ലെന്ന് ഒരിക്കൽ ആമേൻ സ്തോത്രം നാം തിരിച്ചറിയുവാനിടയാകും. അതേ ആമേൻ ദൈവവേദലേ, ഭക്തനോടുകൂടെ ഈ പ്രഭാതം നമുക്കും പറയാം, നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. അതേ ആരാധിക്കുന്ന ദൈവവേദലേ, പ്രാർത്ഥിക്കുന്ന, കരയുന്ന, കണ്ണുനീരൊഴുക്കുന്ന ആമേൻ ദൈവക്കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ആവശ്യങ്ങളുടെ നടുവിൽ കർത്താവ് കൂടെ ഉണ്ടാകും. ഞാൻ യഹോവയോട് പറഞ്ഞത് നീ എൻ്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. നമ്മുടെ കർത്താവ് ഒഴികെ നമുക്ക് ഈ ഭൂമിയിൽ മറ്റൊരു നന്മയുമില്ല. ഇവിടെ ലഭിക്കുന്ന നന്മകളെല്ലാം ഇവിടെ നമ്മെ നഷ്ടമായി പോകും, അല്ലെങ്കിൽ നാം ഉപേക്ഷിക്കേണ്ടി വരും. എന്നാൽ ഉപേക്ഷിക്കാത്തൊരു നന്മ, നമ്മെ തള്ളിക്കളയാത്തൊരു നന്മ നമ്മുടെ കർത്താവ് മാത്രമാണ്. നമ്മുടെ കണ്ണുകളെ ദിവസം അടയ്ക്കാമോ? ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല കർത്താവ്, ഈ നല്ല പ്രഭാതത്തിനായി നന്ദി പറയുന്നു. നാഥാ, ഈ ശബ്ദം ശ്രവിച്ച എല്ലാ ദൈവദാസന്മാരെ, വാത്സല്യ കുഞ്ഞുങ്ങളെ, ദൂരത്തും ചാരത്തും രാജ്യത്തിനകത്തും പുറത്തുമായി ഈ വചന സന്ദേശത്തിൽ പങ്കാളികളാകുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങളെയും, അവിടെ തലമുറകളെ എല്ലാവരെയും, ആമേൻ സഭ ശുശ്രൂഷകരെ എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മ നൽകി മാനിക്കണം, അനുഗ്രഹിക്കണം. മഹത്വം അങ്ങെടുക്കും യേശുവിൻ്റെ നാമത്തിൽ. കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.